മറ്റുള്ളവരെ കരയിപ്പിച്ച് നേടിയ എല്ലാത്തിനും കരച്ചിലുകൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക. എത്ര സമ്പാദിച്ചു എന്നതിലല്ല, എത്രത്തോളം സന്തോഷത്തോടെ ജീവിച്ചു എന്നതിലാണ് കാര്യം. ചിരിക്കുക, കാരണം നിന്റെ ദുഃഖം നിനക്ക് മാത്രമേ ദുഃഖമായിട്ടുള്ളൂ. കേൾവിക്കാർക്ക് എന്നും കേട്ടുകഥകൾ മാത്രമാണ്. ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം. മലിനമായ വെള്ളം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, പക്ഷെ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന വാക്കുകൾ നമ്മുടെ പക്കലില്ല. ആരെയും ഉപയോഗശൂന്യമായി കണക്കാക്കരുത്. കാരണം അഴുക്കുവെള്ളം കുടിക്കാൻ കൊള്ളില്ലെങ്കിലും അതിന് തീ കെടുത്താനുള്ള കഴിവുണ്ട്. നമ്മുടെ തെറ്റുകളും കുറവുകളും മറ്റൊരാൾ തിരുത്താൻ നമ്മളെ നിർബന്ധിക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി തിരുത്താൻ ശ്രമിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി തീരുന്നത്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലാതായാൽ ജീവിതം ഉപയോഗശൂന്യമാകും. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വരില്ല. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. എല്ലാ മനുഷ്യൻ്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്ന് വേർതിരിക്കുന്നത്. ജയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല, എന്നാൽ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യുക. എത്രയും പ്രിയപ്പെട്ട ബന്ധമായാലും മാറ്റി നിർത്തപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്നൊക്കെ തോന്നി തുടങ്ങുമ്പോൾ സ്വയം മാറിക്കൊടുക്കുക. നമുക്കുമുണ്ട് ഒരു വ്യക്തിത്വം. ആർക്കു മുന്നിലും പണയം വയ്ക്കപ്പെടാത്ത ആത്മാഭിമാനം തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരം ആകണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നു. ഒരു കാലവും ഒരുപാട് നാളത്തേക്കില്ലെന്ന് ഓർക്കുക. സങ്കടങ്ങൾ വരുമ്പോൾ തളരാതെ മുന്നോട്ട് പോവുക. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അനുകമ്പ ഉള്ളവരായിരിക്കുക. മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ എപ്പോഴും തയ്യാറാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വരും. മനസ്സ് ശുദ്ധമായിരിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഇതാണ് എല്ലാ ആരാധനയുടെയും അടിസ്ഥാനം. ദേഷ്യം ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. നിങ്ങൾ ദുർബലനാണെന്ന് സ്വയം വിചാരിച്ചാൽ ദുർബലനായിത്തീരും. മറിച്ച് കരുത്തനാണെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ കരുത്തനായിത്തീരും. നിങ്ങൾ വെച്ചിരിക്കുന്ന അതേ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരുമായി സംസാരിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകാനും അവർക്ക് കഴിയും. ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച വിധത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ സ്വയം പഴിക്കരുത്. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം. മുഖം നോക്കാതെ മറുപടി പറയാൻ കഴിയണം. ഇത് രണ്ടും സാധിക്കാത്തവർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രയാസപ്പെടും. കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം മനസ്സുകൊണ്ട് കണ്ടാൽ ഭംഗി ഇല്ലാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നത് മനസ്സിൻ്റെ വിശാലതയാണ്. അത് കുറവായി കാണുന്നത് കാര്യശേഷിയില്ലായ്മയാണ്. ഏറ്റവും ശക്തമായ ജീവികളോ ഏറ്റവും ബുദ്ധിയുള്ള ജീവികളോ അല്ല അതിജീവിക്കുന്നത്. മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും അധികം ഇണങ്ങിച്ചേരുന്നവയാണ്. രണ്ടുപേർ ചേർന്ന് മൂന്നാമനെ കുറ്റം പറയുമ്പോൾ ഓർക്കുക, നമ്മളും പലപ്പോഴും മൂന്നാമൻ ആകാറുണ്ട് എന്നുള്ളത്. എത്ര തവണ പരാജയപ്പെട്ടാലും പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നവനും മനസ്സിൽ പരാജയം സമ്മതിക്കാത്തവനുമാണ് യഥാർത്ഥ വിജയി. തെറ്റുകൾ വന്നു പോകുന്നതിൽ കുറ്റകരമായി ഒന്നുമില്ല. എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായി മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ്. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ അതനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് നാം തനിയെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ സ്വഭാവവും ശീലങ്ങളും.
നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം. എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാണ് എന്നത് തീർച്ചയായ കാര്യമാണ്.